कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ഇപ്പോൾ നാം ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ അങ്ങനെ വേർതിരിച്ച് പറയുവാനാകാത്ത രീതിയിൽ ചിലയിടത്ത് ഒന്നായി ചേർന്ന് പോയിട്ടുണ്ട്. വിശ്വാസങ്ങളൊന്നാണ്, സങ്കല്പങ്ങളൊന്നാണ്, ഗ്രാമചൈതന്യങ്ങളൊന്നാണ്. അങ്ങനെ ഒരു ഗ്രാമചൈതന്യത്തിലേക്ക്, കണ്ണൂരിൻ്റെ ഒരു ഗ്രാമചൈതന്യത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്ററോളം, ഏകദേശം 25 കിലോമീറ്ററോളം അകലെയുള്ള കുറ്റ്യാട്ടൂർ എന്ന ഗ്രാമഭൂവിലാണ് നാം ഉള്ളത്. കുറ്റ്യാട്ടൂർ ഗ്രാമഭൂവിൽ തീർച്ചയായും ഒരു മഹാക്ഷേത്രം ഉണ്ടാകുമെന്ന് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും, ആ ഒരു പതിവായി നാം കാണുന്ന കാഴ്ചകളിൽ അതിനെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. എന്നാൽ മഹാക്ഷേത്രങ്ങൾക്കൊപ്പം മഹാഗ്രാമം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മഹാപ്രകൃതിയുടെ നല്ല ഭാവങ്ങൾ, ആ നല്ല ഭാവങ്ങളെ കാണുവാനും അതിനോടൊപ്പം തന്നെ ആ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ പടുത്തുയർത്തിയ ചരിത്ര സ്മാരകങ്ങളെ കാണുവാനും ഒക്കെയായി കിട്ടുന്ന അവസരങ്ങളാണ് എല്ലാ പ്രഭാതങ്ങളിലും നാം പങ്കുവയ്ക്കാറ്. ഉദയാമൃതത്തിൻ്റെ ആ യാത്രകൾക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ തുടർച്ചയായ ആ ഉണ്ടാകുന്ന യാത്രകളിൽ എപ്പോഴും നാം അറിയാതൊരു പുതുമ പ്രകൃതി കാത്തു സൂക്ഷിച്ചുകൊള്ളും, അല്ലെങ്കിൽ പ്രകൃതിയുടെ ചൈതന്യമായ ഈശ്വരമൂർത്തികൾ കാത്തു സൂക്ഷിച്ചുകൊള്ളും. അങ്ങനെ ഒരു യാത്ര, ഉദയാമൃതത്തിൻ്റെ യാത്ര ഈ പ്രഭാതത്തിൽ ആരംഭിക്കുകയാണ് കുറ്റ്യാട്ടൂർ എന്ന ഗ്രാമഭൂവിലൂടെ. ഗ്രാമസൗന്ദര്യങ്ങളുടെ മകുടോദാഹരണമായ കുറ്റ്യാട്ടൂർ, കുറ്റ്യാട്ടൂരിലെ വിശ്വാസങ്ങളുടെ ഉത്തുംഗതയായ കുറ്റ്യാട്ടൂർ മഹാദേവ ക്ഷേത്രം, ക്ഷേത്ര തിരുസന്നിധിയിലാണ് ഇപ്പോൾ നാം ഉള്ളത്. എല്ലാം മംഗളമാക്കുന്ന കാഴ്ചകളുമായി ഉദയാമൃതത്തിലേക്ക് സ്വാഗതം. കാഴ്ചകൾ ആരംഭിക്കാം ചിന്താമൃതത്തിനൊപ്പം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ സുഖവും ദുഃഖവും നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, ബാഹ്യവസ്തുക്കളെ ആശ്രയിച്ചല്ല.
സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ഓരോ വസ്തുവിനും നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനവും പ്രയോജനവും മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല. ഗുരുവിൻ്റെ ഈ വാക്കുകൾ ഹൃദയത്തിൽ പ്രകാശം നിറയ്ക്കട്ടെ. ഈ ക്ഷേത്രഭൂമി കണ്ണൂർ ജില്ലയിലാണുള്ളത് എന്ന് നാം പറഞ്ഞു. ഇനി നാം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ തീർച്ചയായും ഇവിടേക്ക് എത്തേണ്ട മാർഗം അറിയണമല്ലോ. ഇവിടെ രണ്ട് തരത്തിലെത്താം. അതായത് ഒന്ന് കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കുറ്റ്യാട്ടൂർ എത്താം. എന്നാൽ അതുപോലെ തന്നെ മട്ടന്നൂരിൽ നിന്ന് ഏതാണ്ട് ഒരു 18-19 കിലോമീറ്ററോളം സഞ്ചരിച്ചാലും ഇവിടേക്ക് എത്തുവാനാകും. മട്ടന്നൂരാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു അറിയപ്പെടുന്ന പ്രദേശമെന്ന് പറയാം. എന്നാൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം വഴി ആ ക്ഷേത്രത്തിലേക്ക് എത്തിയാൽ അവിടെ നിന്നും എളുപ്പ വഴിയുണ്ട് കുറ്റ്യാട്ടൂർ മഹാദേവ ക്ഷേത്രഭൂമിയിലേക്ക് എത്താൻ. ഈ വഴികളെല്ലാം കടന്ന് നാം ഇവിടെ എത്തുമ്പോൾ, ഈ സഞ്ചാരമെല്ലാം കടന്നെത്തുമ്പോൾ തപസ്സിൻ്റെ ശക്തി കൊണ്ട് പ്രതിഷ്ഠിതമായ ഒരു ശിവലിംഗമാണ് ഇവിടെ സാന്നിധ്യമാകുന്നതെന്ന് മനസ്സിലാക്കുവാനാകുന്നു. കുറ്റ്യാട്ടൂർ മഹാദേവ ക്ഷേത്രം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രഭൂമിയിൽ ശിവനും വിഷ്ണുവും സാന്നിധ്യമാകുന്നുണ്ട്. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. കുറ്റ്യാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഖ്യാതി. ഈ ക്ഷേത്രം ഖരമുനിയാൽ പ്രതിഷ്ഠിതമാണ് എന്നുള്ളതാണ്. ഖരമുനിയാൽ പ്രതിഷ്ഠിതമാണ് നാം കണ്ടിട്ടുള്ള അധികം ശിവക്ഷേത്രങ്ങൾ. ഖരമുനിയും ഖരാസുരനെന്ന, അസുരനോ മുനിയോ രണ്ടിലാരായാലും ശരി, ഒരു തപസ്സിൻ്റെ ശക്തിയോടുകൂടി ശിവലിംഗ പ്രതിഷ്ഠകൾ കേരളഭൂവിൽ നിരവധിയായ ശിവലിംഗ പ്രതിഷ്ഠകൾ നടത്തുകയും കേരളഭൂവിലെന്നല്ല വാരണാസിയിൽ പോലും ഖരമുനിയാൽ പ്രതിഷ്ഠിതമായ ശിവലിംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന അത്രയ്ക്കൊരു ഭക്തഭാവമാണ് ഖരമുനിക്കുള്ളത്. അങ്ങനെ ഒരു തപശക്തിയുടെ ഭാവങ്ങൾ ഒത്തുചേരുന്നു ഇവിടെ ഈ ശിവക്ഷേത്രത്തിൽ, കുറ്റ്യാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നാം കടന്നു വന്ന വഴികളുടെ ചില സൗന്ദര്യങ്ങൾ എടുത്തു പറയണം. ഇവിടെ എല്ലാം ഒരു പ്രത്യേകതയോടുകൂടിയാണ് നിൽക്കുന്നത്. ക്ഷേത്രം വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ് എങ്കിലും നാം അകത്തേക്ക് കടന്നു വരുമ്പോൾ കൊടിമരമോ ബലിക്കല്ലോ ആ പഴമയുടെ യാതൊരു സൂചനയും നൽകുന്നില്ല. ഏറ്റവും പുതിയ കാലത്തെ നിർമ്മിതിയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുവാനാകും. പിന്നെ ഭക്തന് വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ വലിയ ശിലകളിൽ പടുത്തുയർത്തിയിട്ടുമുണ്ട്. എന്നാൽ അധിഷ്ഠാനം പഴയ കാലത്തുണ്ടായിരുന്നതാണ് എന്നത് നമുക്ക് ഊഹിച്ചെടുക്കുവാനാകും. അങ്ങനെ ഉയർന്ന അധിഷ്ഠാനത്തോടു കൂടിയ ഒരു ക്ഷേത്രം. ഈ ഉയർന്ന അധിഷ്ഠാനം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ ഈ ഒരു ഇങ്ങനെയൊരു പ്രതലം, ഒരു വലിയൊരു ഉയർന്ന തലം നാം കണ്ടിട്ടുള്ളതുമാണ്. ആ ഉയർന്ന തലത്തിൽ ഭഗവാൻ ഇരിക്കുന്ന ശിവലിംഗത്തിൻ്റെ ദൃഷ്ടി പതിയത്തക്ക രീതിയിലാണ് എപ്പോഴും ഈ ഒരു ബലിക്കല്ലും വന്ന് നിൽക്കുന്നത്. ബലിക്കല്ലാകട്ടെ ഇരുവശത്തും നന്ദികേശ രൂപവുമുണ്ട്. അങ്ങനെ കുറ്റ്യാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുറത്ത് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാതെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നാം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാന ചൈതന്യങ്ങളെ മനസ്സിലാക്കുകയാണ്. കണ്ണൂരിലെ ഏറെ പ്രശസ്തമായ കുറ്റ്യാട്ടൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രം. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാലപ്പഴക്കമാണ് നമുക്ക് മനസ്സിലാകുന്നത്. കേരളീയ ക്ഷേത്രങ്ങൾ പലതും നിർമ്മിക്കപ്പെട്ടത് AD 8-ാം ശതകത്തിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കവും അതിന് ചേർന്നത് തന്നെയാണ്.
ഇവിടെ നിലവിലുള്ള വട്ടെഴുത്ത്, ഗ്രന്ഥലിപി, ശിലാലിഖിതം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്. ദ്വാപരയുഗത്തിൻ്റെ മധ്യകാലഘട്ടത്തിൽ ഖരൻ എന്നു പേരായ മഹർഷിവരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഇവിടുത്തെ ചൈതന്യം എന്ന് വിശ്വസിച്ചു പോരുന്നു. ഏതാണ്ട് 6000 വർഷങ്ങൾക്ക് മുൻപ് ഖരമഹർഷിയുടെ സഹോദരന് ശക്തിയായ ഉന്മാദം പിടിപെട്ടു. പൂർവ്വജന്മത്തിൽ ശിവഭക്തന്മാരെ പരിഹസിച്ചത് നിമിത്തമാണ് ഈ ദുഃഖസ്ഥിതി വന്നു ഭവിച്ചത്. നാരദ മഹർഷിയുടെ ഉപദേശം തേടിയപ്പോൾ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധിച്ചാൽ ശിവൻ പ്രസാദിച്ച് സഹോദരൻ്റെ ഉന്മാദം ശമിക്കുമെന്നും ബുദ്ധിമാനായ താപസ്വിയായി വരുമെന്നും ഉപദേശിച്ചു. ഇപ്രകാരം ഹരമഹർഷി ഇന്ന് കാണുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കാട്ടിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച് നിത്യവും ആരാധന നടത്തി വന്നു. തുടർന്ന് സഹോദരൻ്റെ ഉന്മാദരോഗം ശമിക്കുകയും രണ്ടുപേരും ശിവഭജനം ചെയ്ത് തപസ്വികളാവുകയും ചെയ്തു. ഇവർ തുടർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കു ഭാഗത്തായി ഒരു ഗുഹയിൽ തപസ് ചെയ്തു അത്രേ. ആ ഗുഹ ഇന്നും തീർത്ഥാട്ടുമല എന്നറിയപ്പെടുന്നു. ഇവരുടെ കാലശേഷം ശിവലിംഗം പ്രതിഷ്ഠിച്ച സ്ഥലം വനമായി മാറി. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തു. വളരെ കാലത്തിനു ശേഷം ഇടപ്പ ഇല്ലത്തിലെ ബ്രാഹ്മണ കുടുംബക്കാർ ഇന്നാട്ടിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കണം എന്നുദ്ദേശിച്ച് ഈ സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സ്ഥലം നിശ്ചയിക്കുകയും ശിവലിംഗം നിർമ്മിച്ച് ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. ഇതിനുവേണ്ടി ഒരുക്കിയിരുന്ന സാമഗ്രികൾ അടുത്ത ദിവസം ശില്പികൾ വന്നു നോക്കുമ്പോൾ അവിടെ കാണാനില്ല. വിശദ പരിശോധനയിൽ അവർ ഇന്നത്തെ ക്ഷേത്രസ്ഥലത്തെ ഖരമഹർഷി പ്രതിഷ്ഠിച്ച് ശിവലിംഗം കണ്ടെത്തുവാനായി. ആ ബ്രാഹ്മണ കുടുംബക്കാർ ഇവിടെ തന്നെ ഒരു ശ്രീകോവിൽ പണിതു. മഹത്തരമായ ഈ സൗഭാഗ്യത്തെ അറിഞ്ഞുകൊണ്ട് നാലമ്പല ദർശനം പൂർത്തിയാക്കി നാം പുറത്തേക്ക് ഇറങ്ങുകയാണ്. നാലമ്പല ദർശനത്തിനൊപ്പം നാം മനസ്സിലാക്കിയത് ഐതിഹ്യ കഥയാണ്. ഈ ഐതിഹ്യ കഥയോടൊപ്പം മറ്റു ചിലത് ഇവിടെ പറയുവാനുണ്ട്. ഭഗവാൻ ദർശനമാകുന്നു. മഹാദേവ സാന്നിധ്യം സദാശിവ ഭാവത്തിലാണ് ഇവിടെയുള്ളത്. സദാശിവ ഭാവത്തിൽ മഹാദേവൻ തളിപ്പറമ്പിലും സാന്നിധ്യമാകുന്നുണ്ട്. എന്നാൽ അറിയപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളുടെ ആ കണക്കിൽ ഈ ക്ഷേത്രം കുറ്റ്യാട്ടൂർ മഹാദേവ ക്ഷേത്രം ഉൾപ്പെട്ടിട്ടില്ല. മാത്രമല്ല തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും ഉൾപ്പെട്ടിട്ടില്ല. അത് ഈ സദാശിവ ഭാവത്തിൻ്റെ ആ ഒരു ലക്ഷണം കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോൾ നമുക്ക് യഥാസ്ഥാനത്ത് ഗണപതി ചൈതന്യത്തെ കാണുവാനാകും. പൂർണ്ണമായും തെക്കോട്ട് ദർശനമായിരിക്കുകയാണ് ഗണപതി സാന്നിധ്യം ഇവിടെ. നാലമ്പലത്തിനകത്ത് സവിശേഷമായൊരു സാന്നിധ്യം കാണുവാനുള്ളത് ഗുരുസ്ഥാനം എന്ന പേരിൽ ഖരമഹർഷിക്ക് സ്ഥാനം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഖരമുനിയാൽ പ്രതിഷ്ഠിതമായ ധാരാളം ശിവക്ഷേത്രങ്ങൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ ഖരമുനിയുടെ സാന്നിധ്യത്തെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്, ശിവലിംഗ ഭാവത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഇവിടെ. പ്രത്യേകിച്ചൊരു പീഠമാണ് അത്. ആ പീഠത്തിന് നടുവിലെ കുഴിയിൽ അകത്തേക്ക് നോക്കിയാലാണ് നമുക്ക് ശിവലിംഗം കാണുവാനാകുന്നത്. അതൊരു പാതാള ശിവന്റെ സങ്കല്പം വരുന്ന പോലെ, അതായത് ഗോകർണത്തിലെ ആദ്യ ഗോകർണത്തിലെ ശിവസങ്കല്പം എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന് സമാനമായൊരു ഭാവമാണ് നൽകുന്നത്. ആ ഒരു ചെറിയ കുഴിക്കുള്ളിൽ അകത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമാണ് ശിവലിംഗം പൂർണ്ണമായി നമുക്ക് കാണുവാനാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഗുരുസ്ഥാനം ഇവിടെ ഉണ്ടാകുമ്പോൾ ആ ഗുരുസ്ഥാനത്തിൻ്റെ ഭാവങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ മറ്റൊന്നുകൂടി അറിയണം. യഥാർത്ഥ തപശക്തിയുള്ള ഭക്തൻ, ആ ഭക്തന് ഈശ്വരനിലേക്ക് അലിയുവാനുള്ള ആ മോക്ഷം ലഭിക്കുമ്പോൾ അവൻ തന്നെ സ്വയം ഈശ്വരനാകുന്നു. അതുകൊണ്ടാണല്ലോ അത് നീ തന്നെ എന്ന് തത്വമസി എന്ന അർത്ഥത്തിൽ പറയുന്നത്. അങ്ങനെ അത് ഞാൻ തന്നെ ആകുന്ന ഭാവമാണ് ഇവിടെ ഖരമഹർഷി ഒരു ശിവലിംഗമായി തന്നെ മാറിയിരിക്കുന്നു എന്നതിലൂടെ അറിയുവാനും മനസ്സിലാക്കുവാനുമാകുന്ന തത്വം. കുറ്റ്യാട്ടൂർ ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഇവിടെ കാണുവാനായത്, സാധാരണ പല പഴക്കം ചെന്ന ക്ഷേത്രഭൂമികളിലും നാം എത്തിയിട്ട് അവിടുത്തെ വട്ടെഴുത്ത് ലിപികൾ കണ്ട് ഈ ഒരു വട്ടെഴുത്ത് ലിപികൾ ഇവിടെ ഉണ്ട് എന്നും പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണമായി വായിച്ചെടുക്കുവാൻ ആർക്കും ആയിട്ടില്ല എന്നുമൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇവിടെ ആ പതിവിന് വിപരീതമായി ഇതൊന്ന് വായിക്കുവാൻ ശ്രമം നടത്തിയിരിക്കുകയും ഡോക്ടർ ടി പവിത്രൻ എന്ന ഒരാൾ അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ഈ വട്ടെഴുത്ത് ലിപികളിൽ എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ പ്രധാനമായും പറയുന്നത് ഇതിൻ്റെ ഒരു ചരിത്രവൽക്കരണമാണ്.
ക്രിസ്തുവർഷം 844-883 വരെ മഹോദയപുരം തലസ്ഥാനമാക്കി ചേരരാജ്യം ഭരിച്ച സ്ഥാണു രവി രാജാവ് പുറപ്പെടുവിച്ചതും 5 ഭാഗമുള്ളതുമാണ് ഈ ശിലാലിഖിതം എന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് നമുക്ക് കാണുവാനാകുന്നത് എന്താണ് അതിൻ്റെ മലയാള പാഠം. നമുക്ക് പെട്ടെന്നൊന്നും അർത്ഥം മനസ്സിലാക്കുവാനാകില്ല എന്നത് സത്യം തന്നെയാണ്. ഹവ്യം യൈ വിധിനാണുതം വരെ എന്ന് പറയുന്നത് സ്ഥാണു രവി രാജാവായ എൻ്റെ വനത്തിൽ എന്നാണ് അർത്ഥമെന്ന് ഇതുപോലെ അറിവുള്ളവർ വ്യാഖ്യാനിച്ചു തന്നാൽ മാത്രമേ സാധാരണക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഇവിടുത്തെ ഓരോ വട്ടെഴുത്ത് ലിപികളിലും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും അതിൻ്റെ അർത്ഥത്തിന് അത് ഏകദേശം എന്താണ് അർത്ഥമെന്നും പറഞ്ഞു തന്നിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലൂടെ ഈ ഒരു ചിത്രങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് അവരവർ ദർശിക്കുവാൻ എത്തുന്ന ക്ഷേത്രത്തിൻ്റെ പഴമ എന്തെന്ന് മനസ്സിലാക്കുന്നു, അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല നാം കണ്ടു ക്രിസ്തുവർഷം 844 കാലഘട്ടത്തിലെ ശിലാലിഖിതമാണ് ഇവിടെ ഉള്ളത് എന്നതിൻ്റെ സൂചന കാണുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പഴക്കം നമുക്ക് മറ്റൊരു തെളിവുകളും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഒരുപാട് കസർത്തുകൾ നടത്താതെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെക്കുറിച്ച് പറയുവാനാകുന്നു. दह दह पच पच गृहाण गृहाण मारय मारय मर्दय मर्दय महा महा भैरव भैरव रूपेण धूनय धूनय कम्पय कम्पय विघ्नय विघ्नय विश्वेश्वर शोभय शोभय कटु कटु मोहय हुं फट् स्वाहा. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിൻ്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. पच पच गृहाण गृहाण मारय मारय मर्दय मर्दय महा महा भैरव भैरव रूपेण धूनय धूनय कम्पय कम्पय विघ्नय विघ्नय विश्वेश्वर शोभय शोभय कटु कटु मोहय हुं फट् स्वाहा. ഞാൻ ഒരു ഈശ്വരഭക്തനാണ്, അതിൽ തന്നെ ശിവഭക്തനാണ്. ഈ കുറ്റാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ അമൃതയുടെ ഈ പരിപാടിയിൽ ഇതുപോലെ ഈ സന്ദർഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അത് ഒരു നിയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു സംഭവത്തിൻ്റെ പിന്നിലും ഒരു നിഗൂഢ നിയമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംസാരിക്കാൻ ഇടവന്നതെന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. കുറ്റ്യാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം നമുക്ക് കണ്ടാലറിയാം, വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൻ്റെ തിലകക്കുറി എന്നുള്ള നിലയിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഒരു ഉയർന്ന പ്രദേശത്ത് അങ്ങനെ ഈ മഹാദേവൻ അങ്ങനെ നിൽക്കുകയാണ്. ഈ ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് വളരെ ജീർണ അവസ്ഥയിലായിരുന്നു. പൊതുവേ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ ജീർണാവസ്ഥയിലായിരുന്നതുപോലെ തന്നെ കുറ്റ്യാട്ടൂർ മഹാദേവ ക്ഷേത്രവും ജീർണ അവസ്ഥയിലായിരുന്നു. പക്ഷേ ആ ജീർണോദ്ധാരണത്തിന് വേണ്ടിയിട്ട് ചില കാര്യമായിട്ടുള്ള ശ്രമങ്ങൾ അതും ഒക്കെ ഒരു നിയോഗം പോലെ തന്നെയാണ് വന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം എന്ന് പറയുന്നത് വ്യക്തികൾക്ക് നല്ല കാലവും ചീത്തകാലവും ഉള്ളതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങൾക്കും അങ്ങനെയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും അവിടുത്തെ വിഗ്രഹം, അവിടുത്തെ ചൈതന്യം അതൊക്കെ തന്നെ ഒരു മറഞ്ഞ അവസ്ഥയിലാണെങ്കിലും ഒരു യഥാർത്ഥ സമയം വരുന്ന സമയത്ത് അത് കൃത്യമായി അത് പുറത്തു വരും, അതിൻ്റെ ചൈതന്യം പുറത്തു വരും. അങ്ങനെ തന്നെയാണ് ഇവിടെ എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ശ്രീ മണികണ്ഠൻ. അദ്ദേഹം ഹിമാലയ സാനുക്കളിലൊക്കെ ധാരാളം നഗ്നപാതനായിട്ട് യാത്ര ചെയ്ത് ആ ഹിമാലയ സാനുക്കളിലെ മഹായോഗീശ്വരന്മാരുടെ ഒരു അനുഗ്രഹത്തിന് പാത്രീഭൂതനായ വ്യക്തിയാണെന്നാണ് ഞാൻ അദ്ദേഹത്തെ അടുത്തറിയാൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. ക്ഷേത്ര ജീർണോദ്ധാരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ആ പരിശ്രമത്തെ തുടർന്ന് ഈ മഹാദേവ ക്ഷേത്രം ഇന്ന് കാണുന്ന ഈ നിലയിൽ വളരെ സമുന്നതമായ നിലയിൽ എത്തി. വലിയൊരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണിത്. പക്ഷേ ആ ചരിത്ര പ്രാധാന്യങ്ങളൊക്കെ വിസ്മൃതിയിലായിപ്പോയത് ക്ഷേത്രവിശ്വാസികളുടെ തന്നെ അശ്രദ്ധയുടെയും അവഗണനയുടെയും ഫലമായിട്ടാണ്. വെറും ഈ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു നില വരികയും അതിൻ്റെ ഫലമായിട്ട് ഗ്രാമത്തിന് തന്നെ ഒരുതരം ക്ഷയം വരും. ഗ്രാമക്ഷേത്രങ്ങൾ വേണ്ട വിധത്തിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ, വേണ്ട വിധത്തിൽ അവിടുത്തെ പൂജാതി കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും കൃത്യമായി നടക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഗ്രാമത്തിന് മൊത്തത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷയം, ഒരു ദോഷം സംഭവിക്കുന്നത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനം നടത്തി അവിടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളും പൂജകളും ഒക്കെ കൃത്യമായിട്ട് തന്ത്രശാസ്ത്ര വിധിപ്രകാരം കൃത്യമായിട്ട് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രമേണ ആ പ്രദേശത്തിൻ്റെ ഗ്രാമീണ മേഖലയിലും ജീവിക്കുന്ന ജനങ്ങൾക്ക് മുഴുവനും അതിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു പ്രസരണം, അതിൻ്റെ അനുഭവം, അതിൻ്റെ പുരോഗതി, അതിൻ്റെ അഭിവൃദ്ധി സ്വാഭാവികമായിട്ട് വരാൻ വേണ്ടി സാധിക്കും. ശിവൻ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവനാണ് ശിവൻ. സംഹാരമൂർത്തിയാണ്. കൈലാസം, ഹിമാലയം എന്നൊക്കെ പറയുമ്പം അത് ഭഗവാൻ ശിവൻ്റെ ഒരു വലിയ സ്വാധീനമാണ് എല്ലാ മേഖലയിലും കാണുന്നത്. ഗംഗാതരംഗരമണീയ ജടാകലാപം എന്നുള്ള ആ കീർത്തനങ്ങളുണ്ട്. അത് സ്വാമി വിവേകാനന്ദനൊക്കെ ആ കീർത്തനം കേൾക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനൊരു സമാധി അവസ്ഥ വരാറുണ്ട് എന്നാണ് പറയുന്നത്. ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം എന്ന് പറഞ്ഞിട്ട് ശിവനെ ആരാധിക്കുന്ന വളരെ പൗരാണികമായിട്ടുള്ള ആ ശിവസ്തോത്രം, അത് തന്നെ ഒരു വലിയ സാഹിത്യമാണ്. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം എന്ന് പറയുമ്പോഴത്തേനും ഭഗവാൻ ശിവൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അത് നമ്മുടെ പഴയ ആളുകൾ, ഞാൻ കേട്ടിട്ടുണ്ട്, വിവേകാനന്ദ സ്വാമികളൊക്കെ ആ കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ സമാധി അവസ്ഥയിലേക്ക് വരും എന്ന് പിന്നെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ കുറ്റ്യാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെയധികം പ്രവർത്തനങ്ങൾ ഇപ്പം അങ്ങനെ വളരെ നല്ല നിലയിൽ നടന്നു വരികയാണ്. ഉത്സവങ്ങളും ആചാരങ്ങളും പദ്ധതികളുമായി ഈ ക്ഷേത്രത്തിൻ്റെ ശിവചൈതന്യം, മഹാദേവൻ്റെ ആ ചൈതന്യം ഈ ഗ്രാമവാസികളെ ആകെ സ്വാധീനിച്ച് അവരിലൊക്കെ വളരെ വലിയ അഭിവൃദ്ധിയും ശ്രേയസ്സും ക്ഷേമവും എല്ലാം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമൃത TV പ്രക്ഷേപണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദയാമൃതം എന്ന പരിപാടിയിലാണ് അതൊരു അസാധാരണമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ചുറ്റുമുള്ള ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഭാരതത്തിലെ അങ്ങോളം ഇങ്ങോളം നിലനിൽക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു അവബോധം, ഒരു ഗ്രാഹ്യം, അത് നമ്മുടെ ഭക്തന്മാരല്ലാത്തവർക്കും ഭാരതീയരായ ആളുകൾക്ക് നൽകാൻ കഴിയുന്ന വളരെ അസാധാരണമായ, വളരെ സ്തുത്യർഹമായിട്ടുള്ള വലിയൊരു സേവനമാണ് ഉദയാമൃതത്തിൽ കൂടി അമൃത TV നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഞാൻ വളരെ കാലങ്ങളായിട്ട് ഉദയാമൃതത്തിൻ്റെ ഒരു പ്രേക്ഷകനാണ്. നമുക്കിതുവരെ കാണാൻ കഴിയാത്ത, പോകാൻ കഴിയാത്ത, പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും പോകാൻ കഴിയാത്ത എത്രയോ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളുടെ ചരിത്രം, അതിൻ്റെ പശ്ചാത്തലം, അവിടുത്തെ പൂജ, അവിടുത്തെ വിഗ്രഹം, അവിടുത്തെ ആചാര പദ്ധതികൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വളരെ വിലയേറിയിട്ടുള്ള അറിവുകൾ ഉദയാമൃതത്തിൽ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു സേവനമാണ് ഉദയാമൃതം നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.